ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് സ്വീഡനിൽ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഒരു ഹോം ടൂർ കാണാം. അപ്പോൾ ഇതാണ് നമ്മളുടെ വീടിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ. ഇതൊരു വില്ല ഏരിയ ആണ്. അപ്പുറത്ത് കുറേ ഇതേപോലത്തെ വീടുകളുണ്ട്. ഒരു നൈസ് ഏരിയ ആണ്. ഹൗസ് നമ്പർ 12 നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളോട്ടേക്ക് പോവാം. തന്നെ കയറി വരുമ്പോൾ തന്നെ സ്റ്റേഴ്സ് ആണ്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയല്ല, എന്നാലും ഇവിടെ ഇങ്ങനെയാണ്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ വീടുകളുടെയും സ്റ്റാർട്ടിങ് തന്നെ സ്റ്റേഴ്സ് ആയിരിക്കും. ഈ സ്വീഡിഷ് വീടുകളുടെ ഒരു ടൈപ്പ് പ്രത്യേകതയാണ്. നമുക്ക് ഈ ഒരു ബെഡ്റൂം കാണാം. ഫസ്റ്റ് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ആണെങ്കിൽ ഇവിടെ ഇതാ ഒരു വലിയ മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ടേബിൾ പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ലൈറ്റ് ഉണ്ട്. പിന്നെ ഒരു നൈസ് കുറച്ച് കുഷ്യൻസ് ഒക്കെ ഉണ്ട്. ഇവിടെയും നമുക്കൊരു മിറർ ഉണ്ട്. ഇനി അടുത്ത ഒരു ബെഡ്റൂമിലേക്ക് പോവാണ്. ബെഡ്റൂം അല്ല, ഇതൊരു ജസ്റ്റ് ഒരു സിറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം. ഇവിടെ കണ്ടോ, നൈസ് ഒരു ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് പെയിൻറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ഒരു ഫുൾ മിറർ ഉണ്ട്. ഈ റൂമിൽ ലൈറ്റിങ് കുറച്ച് കുറവാണ്. പക്ഷെ പിന്നെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. അത് ചെറിയൊരു ടോയ്ലറ്റ് മാത്രമുള്ളതാണ്. കാരണം താഴത്തെ സ്പേസിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതുപോലെ തന്നെ മുകളിൽ ഈ വീടിൻ്റെ ഓണറാണ് താമസിക്കുന്നത്. അപ്പം ലിവിങ് റൂമിലേക്ക് പോവാം. ലിവിങ് റൂം പ്ലസ് ഓപ്പൺ കിച്ചൺ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ കിച്ചൺ വരുന്നത്. ഇതാണ് നമ്മുടെ ഡിഷ് വാഷർ. പിന്നെ ഇവിടെ ഒരു മൈക്രോവേവ് ഓവൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റൗ, നമുക്ക് കുക്ക് ചെയ്യാനും എല്ലാം ഇവിടെയാണ്. പിന്നെ ഉള്ളത് ഇതൊക്കെ സ്റ്റോറേജ് ആണ്. ഈ താഴെയും അതുപോലെ തന്നെ സ്റ്റോറേജും പിന്നെ വേസ്റ്റ് ഇടുന്നതും. അതുപോലെ തന്നെ ഇവിടെ ഇത് ഡൈനിങ് ടേബിള്. ആദ്യം വേറൊരു ഡൈനിങ് ടേബിൾ ആയിരുന്നു, പക്ഷെ അത് സ്പേസ് ചെറുതാക്കി. പിന്നെ ഇതും ഒരു മൈക്രോവേവ് ഉണ്ട്. പിന്നെ നമ്മുടെ ടോസ്റ്റർ, അങ്ങനത്തെ കുറച്ച് തന്നെ. അപ്പോൾ ഇതാണ് നമ്മളുടെ TV. പിന്നെ ഇവിടെ കുറച്ചൊരു ടീപ്പോയ് ഉണ്ട്. പിന്നെ ഒരു സോഫ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വഴിയാണ് നമ്മൾക്ക് പുറത്തോട്ടേക്ക് ഇറങ്ങാൻ പറ്റും. ഇതും ഒരു എൻട്രൻസ്. ഞങ്ങൾക്ക് ഈ വഴിയാണ് നമ്മൾ വീട്ടിലേക്ക് കയറുന്നത് ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം. വാ. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ബെഡ്റൂം. ഇവിടെ നൈസ് ഒരു ബെഡ്റൂമാണ്. ഇതാണ് എൻ്റെ സ്പേസ്. അത് കഴിഞ്ഞ് ഇവിടെ പിന്നെ കുറച്ചൊരു ടേബിളും കുറച്ച് കാര്യങ്ങളും നമുക്ക് രാത്രിയൊക്കെ ഇരുന്ന് ഇടയ്ക്ക് വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മളുടെ സ്വന്തം അലമാര. ഇവിടെയാണ് എൻ്റെ മേക്കപ്പ് കാര്യങ്ങൾ എല്ലാം ഞാൻ ചെയ്യുന്നത്. യെസ്, അപ്പം നമുക്ക് അടുത്ത റൂമിലോട്ടേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ജിതൻ്റെയും എൻ്റെയൊക്കെ വർക്കിംഗ് സ്പേസ്. അപ്പോൾ ഇവിടെ ഇരുന്നാണ് നമ്മൾ വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുമ്പോൾ ഈ റൂമാണ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ ഗെയിമൊക്കെ കളിക്കാനും അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബെഡ് ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം ഈ ബെഡിലുണ്ടാവും, അതാണ് മെയിൻ. പിന്നെ ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു റൂമും കൂടി ഉണ്ട്. ഇതെന്ന് വെച്ചാൽ വാഷിംഗ് മെഷീനും ഡ്രയറും ഒക്കെ ഉള്ള ഇതും ഒരു സ്റ്റോറേജ് റൂമാണ്. ഇവിടെയും കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബാത്റൂം കാണാം. ഇതാണ് അപ്പോൾ നമ്മുടെ ബാത്റൂം. ഇവിടെ കുറച്ച് മിററൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് വാഷ് ബേസിൻ. ഇത് ഷവർ ഏരിയ. പിന്നെ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഹെയർ ഡ്രയറും എല്ലാം സെറ്റ് ചെയ്ത സ്ഥലം ഇതാണ്. പിന്നെ അതുപോലെ തന്നെ തണുപ്പ് കാലത്തും അല്ലാണ്ടൊക്കെ നമ്മൾ തുണി ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ സോന റൂം. ഇത് നമ്മുടെ സ്റ്റീം ബാത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന റൂമാണ്. ഇവിടെ നമുക്ക് വിൻ്റർ ടൈമിലൊക്കെ നല്ല സ്റ്റീം ബാത്ത് എടുക്കാം, നല്ല റിലാക്സ് ചെയ്തിരിക്കാം. ഇത് ഫുൾ വുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കിനി അപ്സ്റ്റേഴ്സിലോട്ട് പോകും. ഇവിടെ ഒരു കുഞ്ഞനുണ്ടായിരുന്നു, അതുകൊണ്ട് അത് ഇങ്ങോട്ടേക്ക് പുറത്തോട്ടേക്ക് വീഴാതിരിക്കാനും അല്ലെങ്കിൽ സ്റ്റെപ്പ് ഓടി ഇറങ്ങി വരാതിരിക്കാനും വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി ഒരു ഗേറ്റ് പോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മുകളിലുള്ള ലിവിങ് റൂം കാണാം. ഒരു വലിയ ലിവിങ് റൂമാണ് ഇവിടെ ഉള്ളത്. വലിയ
ഇവർ നല്ല ഇൻറ്റീരിയറൊക്കെ നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട്, ലൈറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു വലിയ ടി വി ഉണ്ട്. പിന്നെ ജിമ്മൊക്കെ ചെയ്യാൻ വേണ്ടി അതിൻ്റെ മെഷീൻ ഉണ്ട്, നമുക്കിവിടെ നിന്ന് തന്നെ ചെയ്യാം. പിന്നെ ആ ഒരു പെയിൻറ്റിങ്ങും ഇവർ കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചതാണ്. പിന്നെ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. ഈ വീട് 1967 ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഹീറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്ത ഒരു ഇതാണ് ഇത്. ഇപ്പോഴാണ് ഈ ഇലക്ട്രിക് ഹീറ്ററും അങ്ങനത്തെ ഇതൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പോൾ പണ്ട് ഈ ഒരു സംഭവമാണ് യൂസ് ചെയ്തത്, ലൈക്ക് ചിമ്മിനി. ഇവിടെ നല്ലൊരു ഫ്ലവർ വേസ് ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് ഡൈനിങ് റൂം കാണാം. ഇതാണ് ഡൈനിങ് സ്പേസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡോറുണ്ട്. ഈ ഡോറിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങിയാൽ അവിടെയും ഒരു സ്പേസ് ഉണ്ട്. ഇതൊരു ഓപ്പൺ സ്പേസ് പോലെയാണ്. ഓക്കെ, അപ്പം നമുക്ക് മുകളിലുള്ള മാസ്റ്റർ ബെഡ്റൂം കാണാം. ഇതാണ് ഇവിടുത്തെ മേക്കപ്പ് ടേബിൾ. ഇപ്പോൾ ഇതിന് ലൈറ്റും എല്ലാം ഉണ്ട്. ഈ ഒരു സൈഡ് ഫുൾ ഇവിടെ മിററാണ്, ഫുൾ സൈസ് ഇത് കിട്ടും. പിന്നെ ഇതിൻ്റെ മിറർ എന്ന് വെച്ചാൽ അതിൻ്റെ ഉൾ സൈഡിലായിട്ട് സ്റ്റോറേജ് ആണ്. ഫുൾ സ്റ്റോറേജ് ആണ്, എല്ലാം ഷെൽഫുകളാണ്. ഇവിടെ നല്ല ഒരു വ്യൂ ഒക്കെയാണ്. ഇപ്പം നമുക്ക് ഇവിടുത്തെ ബാൽക്കണി കാണാം. ചെടിയൊക്കെ വെച്ചിരുന്നതാണ്, പക്ഷെ ഇപ്പം എല്ലാം കരിഞ്ഞു പോയി, സമ്മർ ആയതുകൊണ്ട്. പിന്നെ ഈ ഒരു ചെടി കുഴപ്പമില്ല, അത് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലും ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, പക്ഷെ അതിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു ഇത് അതിൻ്റെ ഡോറാണ് മുകളിലോട്ടേക്ക് കയറാനുള്ള. അത് നമുക്ക് താഴോട്ടേക്ക് എടുക്കാം, എന്നിട്ട് ഒരു ലാഡർ പോലെ വരും, എന്നിട്ട് ആ ലാഡറിൽ കയറി നമുക്ക് മുകളിൽ പോകാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബെഡ്റൂം കാണാം. ഇതാണ് വേറൊരു ബെഡ്റൂം. ഇവിടുത്തെ ഒരു അലമാരി പോലെ ഉണ്ട്. പിന്നെ നൈസ് ഒരു വ്യൂ ആണ് ഈ ഒരു ബെഡ്റൂമെന്നും. നമുക്ക് ഇവിടുത്തെ ബാത്റൂം കാണാം. ഇതും കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബാത്റൂമാണ്. ഇവിടെയും വാഷിംഗ് മെഷീൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരുങ്ങാനും ഒക്കെയുള്ള ഒരു മിററൊക്കെ ഉള്ള കുറച്ച് സ്റ്റോറേജ് സ്പേസ് ആണിതും. പിന്നെ വാഷ് ബേസിൻ, അതുപോലെ ബാത്തിങ് ഏരിയയാണ്. ഇനി നമുക്ക് കിച്ചണിലോട്ടേക്ക് പോവാം. ഇതാണ് കിച്ചൺ. ഇവിടെ ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട്. കുറച്ച് ഇവിടെയും ഡിഷ് വാഷർ, പിന്നെ വാഷിംഗ് ഏരിയ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് കുക്കിംഗ് ഏരിയ. ഈ വീടിൻ്റെ ഇൻഡക്ഷനും പിന്നെ ഇതൊക്കെ സ്റ്റോറേജ് സ്പേസുകളാണ്. ഇത് മൈക്രോവേവും OTG, ഇത് രണ്ടും ഫ്രിഡ്ജാണ്. നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്കൊരു ഡോറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഒരു ഏരിയ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യുകയാണെങ്കിലും ഈ ഏരിയ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് ഗ്രില്ലിംഗ് ഒക്കെ ചെയ്യുക. സമ്മറിൽ മാക്സിമം ഈ ഒരു ഏരിയ ആണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഗ്രില്ല് ചെയ്യൽ. ഇത് ചാർക്കോൾ വെച്ച് ഗ്രില്ല് ചെയ്യാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഗ്യാസ് വെച്ചിട്ടാണെങ്കിൽ അത് ഈ ഒരു ഇതാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഈ ഒരു സ്പേസ് ഇവിടെ നമുക്കൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ബട്ട് നമ്മളത് യൂസ് ചെയ്തിട്ടേ ഇല്ല, അത് ക്ലീനും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ അത് അധികം കാണിക്കുന്നില്ല. പിന്നെ ഈ ഒരു ഏരിയ ഭയങ്കര നൈസാണ്, ഒരു റിഫ്രഷിങ് ഏരിയ ആണ്. സമ്മറിലൊക്കെ ഇവിടെ വന്നിരുന്ന് നമുക്ക് കുറച്ച് ടീ ഒക്കെ കുടിക്കാനും സംസാരിച്ചിരിക്കാനും ഒക്കെ നല്ലൊരു സ്പേസാണ്. പിന്നെ നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഈ ഒരു ഇതൊക്കെ റിയൽ ചെടി തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ല രസമാണ്. അപ്പം എനിക്കിഷ്ടമാണ് ഈ ഒരു ഏരിയ. ഒരു ഡോർ തുറന്നാൽ നമുക്ക് ഡയറക്റ്റ് അകത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ വല്ല പാർട്ടിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഡോർ ഓപ്പൺ ചെയ്യും, നമുക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് ഗ്രില്ലൊക്കെ ചെയ്തിട്ട് ഇവിടെ നിന്ന് എടുത്ത് അകത്തോട്ടേക്ക് പോകാം. അതുപോലെ അകത്തുനിന്നും നല്ലൊരു ഏരിയ ആണ്. ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഈ ഗേറ്റ് നമ്മളെപ്പോഴും ഇവിടെ അടച്ചിടാറാണുള്ളത്. ഇതാണ് പിന്നെ അടുത്ത ഒരു സൈഡ് ഈ വീടിൻ്റെ. അപ്പോൾ ഈ സൈഡിൽ നമുക്ക് ആപ്പിൾ മരമൊക്കെ ഉണ്ട്. ഈ മരത്തിൽ ഇപ്രാവശ്യം ആപ്പിൾ ഇതാ ആയി വരുന്നതേ ഉള്ളൂ. ചെറിയ ചെറിയ ആപ്പിൾസൊക്കെ ഉണ്ട്.
പിന്നെ നമുക്ക് കൃഷിയൊക്കെ ചെയ്യാനും എല്ലാം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പൊട്ടറ്റോ ഉണ്ടാക്കിയിട്ടുണ്ടായി, അത് അവിടെയാണ്. ഫുൾ പുല്ലൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്, ഞങ്ങൾ ഈ വഴിക്കേ വരാറില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.